ഇഫ് ഐ വേർ, ഇഫ് ഐ വാസ്. എന്താണ് വ്യത്യാസം? നമുക്ക് നോക്കാം. റിയൽ അല്ലാത്ത, അൺറിയൽ ആയിട്ടുള്ള, ഇമാജിനറി ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന സമയത്താണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഇഫ് ഐ വേർ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് ഐ വേർ റിച്ച് ഐ വുഡ് ട്രാവൽ ദ വേൾഡ്. ഞാൻ പണക്കാരനായിരുന്നുവെങ്കിൽ ഞാൻ ലോകം മുഴുവൻ സഞ്ചരിക്കുമായിരുന്നു. അതിന്റെ അർത്ഥം ഞാൻ പണക്കാരനല്ല, അത് ട്രൂ അല്ല. ഓക്കെ, മറ്റൊരു എക്സാമ്പിൾ, ഇഫ് ഐ വേർ യു ഐ വുഡ് അപ്പോളജൈസ്. നീ ആയിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ നിന്റെ സ്ഥാനത്തായിരുന്നുവെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുമായിരുന്നു. എനിക്ക് നിന്റെ സ്ഥാനത്താവാൻ ഒരിക്കലും സാധിക്കില്ല. സോ അത് അൺറിയൽ ആയിട്ടുള്ള സിറ്റുവേഷൻ. എന്നാൽ റിയൽ ആയിട്ടുള്ള, പോസിബിൾ ആയിട്ടുള്ള സിറ്റുവേഷനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്താണ് നമ്മൾ ഇഫ് ഐ വാസ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് ഐ വാസ് റൂഡ് യെസ്റ്റർഡേ ഐ എം സോറി. ഇന്നലെ ഞാൻ കുറച്ച് പരുഷമായി പെരുമാറിയെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. മറ്റൊരു എക്സാമ്പിൾ, ഇഫ് ഐ വാസ് ലേറ്റ് ഇറ്റ് വാസ് ബിക്കോസ് ഓഫ് ട്രാഫിക്. ഞാൻ ലേറ്റ് ആയിരുന്നുവെങ്കിൽ അത് ട്രാഫിക് കാരണമായിരുന്നു. അപ്പൊ അതൊരു റിയൽ സിറ്റുവേഷൻ ആണ്. സോ റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഇഫ് ഐ വാസ് എന്നും, അൺറിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഇഫ് ഐ വേർ എന്നും നിങ്ങൾക്ക് പറയാം. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ അത് സംസാരിച്ചുകൊണ്ട് തന്നെ പഠിക്കണം. യെസ് പ്രൊവൈഡ് ചെയ്യുന്ന ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. പ്ലീസ് കോൺടാക്ട് us for more details.